കേരളം കുടിയന്മാരുടെ സംസ്ഥാനം. എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ഒരു ചീത്തപ്പേരുള്ളത്? കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ, അതായത് ടാക്സ് റവന്യൂവിന്റെ 3.7% മാത്രമാണ് മദ്യത്തിൽ നിന്ന് വരുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ള ഒരു ശതമാനമാണ് 3.7 എന്ന് പറയുന്നത്. ശരിക്കും ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ 3.7% എന്ന് പറയുന്നത് എക്സൈസ് ടാക്സ് മാത്രമാണ്. ഇതിന് പുറമെ വേറൊരു ടാക്സ് ഉണ്ട്, അതാണ് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ്. ഈ വാല്യൂ ആഡഡ് ടാക്സ് ആകട്ടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതുമാണ്. കേരള സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ വളരെ വലിയൊരു ഭാഗം തന്നെയാണ് മദ്യത്തിൽ നിന്നുള്ള ഈ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 10-1 മാത്രമാണ്. അത് മാത്രമല്ല, 2011-12 ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് 2022-23 കാലയളവിലേക്ക് വരുമ്പോൾ 8.1% സെയിൽസിലുള്ള ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ടും കേരളം കുടിയന്മാരുടെ സംസ്ഥാനമാണെന്ന് പറയുന്നത് കേരളത്തിന്റെ വരുമാനത്തിലുള്ള മദ്യത്തിന്റെ പങ്ക് തന്നെയാണ്.